മേക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റായ മുരിഞ്ഞ ദോശ എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിലൊരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാത്ത എന്നെ കാണണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അതിനോടൊപ്പം വളരെ രുചികരമായ കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി റെസിപ്പിയുമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അടിപൊളി ടേസ്റ്റിയായ വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ദോശമാവിൻ്റെ റെസിപ്പി കണ്ടാലോ. അങ്ങനെ കുതിർത്ത് സെറ്റാക്കി വെച്ചതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. 2 നാഴിയോളം പച്ചരിയും പാകത്തിനുള്ള ഉഴുന്നും അതേപോലെ തന്നെ ചൗരരി, ഇതിലെ ട്രിക്കായ ചൗരരി 2 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള് ഉലുവ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കഴുകി 7 മണിക്കൂറോളം ഞാൻ കുതിർത്താൻ വെച്ചിട്ടോ. എന്നിട്ട് വെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞ ശേഷം ഒന്നും കൂടി കഴുകിട്ടോ. അതിനുശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. അങ്ങനത്തെ അരച്ച് സെറ്റാക്കിയതാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു നുള്ള് ഈസ്റ്റ് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. എങ്ങനത്തെ വളരെ രുചികരമായ വിഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അങ്ങനെ ആദ്യം തന്നെ ചായ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടോ. ആട്ടുംപാലൊഴിച്ച അടിപൊളി ചായയാണ് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ പതഞ്ഞ് വന്ന ദോശമാവ് കാണാട്ടോ. കണ്ടോളൂ, നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചൗരരി ഉപയോഗിച്ച് ദോശമാവ് റെഡിയാക്കി എടുത്താൽ അടിപൊളി നല്ല മൊരിഞ്ഞ സോഫ്റ്റായ രീതിയിലുള്ള ദോശ കിട്ടുട്ടോ. പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ പതഞ്ഞതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ദോശമാവ് ഉണ്ടാക്കി ശരിയാവാത്തവർ ഉണ്ടെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല മൊരിഞ്ഞ സോഫ്റ്റായ രീതിയിലുള്ള ദോശ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ വളരെ ക്യൂ ആണ് കേട്ടോ. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? എൻ്റെ പാത്തൂസ്, അതേപോലെ തന്നെ എൻ്റെ മോൻ ആച്ചുമോന്. ഇവർക്ക് 2 പേർക്കും ചമ്മന്തി ആവാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ചമ്മന്തി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചമ്മന്തി ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഓരോന്നോരോന്നായിട്ട് ചുട്ട് തരാം, നിങ്ങൾ പോയി കഴിച്ചോളേ എന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെയും ഓടി വന്ന് ദോശ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ തക്കാളി ചമ്മന്തി റെഡിയാക്കാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ കാശ്മീരി മുളക് പൊടിയാണ് അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം ഒന്ന് തണുപ്പിച്ച ശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അരച്ചത് സെറ്റായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റായ നല്ല മുരിഞ്ഞ സോഫ്റ്റായ രീതിയിലുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തിയുമാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ രുചികരമായ മീൻകറി റെസിപ്പി നമുക്ക് കണ്ടാലോ.
അങ്ങനെ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് പാകത്തിന് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മുടെ ചെറുള്ളിക്കുട്ടനെ ചതച്ചതും തക്കാളിക്കുട്ടനെ അരിഞ്ഞതും പിന്നെ ഇതാ 3-4 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തോട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുത്ത് പാകത്തിന് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതാ ഒരു നുള്ളു ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉലുവ നന്നായി പൊട്ടിയ ശേഷം ഇഞ്ചി പേസ്റ്റും പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടോ. ആദ്യം സെറ്റാക്കി വെച്ചിരുന്ന അരപ്പില്ലേ അത് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുത്തോട്ടോ തണുത്ത ശേഷം. എന്നിട്ട് ഇതാ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാകത്തിനുള്ള പുളി പിഴിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തോട്ടോ. അതിനുശേഷം തീ കുറച്ച് വെച്ചോട്ടോ. എന്നിട്ട് ഇതാ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തുങ്ങായിട്ട് നല്ല പോലെ മിക്സാക്കി പാകത്തിന് ഉപ്പ് ചേർത്തുങ്ങായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങാനുണ്ട്. അങ്ങനെ ഇതാ മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങി ഇതാ സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഫ്രഷ് ഇലാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ അതിലേക്ക് ഫ്രഷ് ഇലാവ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തുങ്ങായിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുടംപുളിയാണ് കേട്ടോ. 2 ചുള കുടംപുളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ഒരു ചെനച്ച മാങ്ങ കേട്ടോ. എന്നാലും ഈ കറിക്ക് വളരെ ടേസ്റ്റാണ് ഈ മാങ്ങ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കെടുത്തുങ്ങായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതിനുശേഷം നാളികേരവും പെരിഞ്ചീരകവും ഇട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഇതാ കറിവേപ്പില ഇതാ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതാ കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി മീൻകറി ഇതാ സെറ്റായിട്ടുണ്ട്. വളരെ രുചികരമായ എൻ്റെ പൊന്നൂ വായിൽ കപ്പലോടെന്ന് പറഞ്ഞ പോലെ വളരെ ടേസ്റ്റിയായ മീൻകറി ഇതാ സെറ്റായിട്ടുണ്ട്. കുറുകിയ ചാറോട് കൂടി തന്നെ ഈ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് അയിലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ മിളക് പരട്ടി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ദാ പുറത്തേക്കെടുത്തു. എന്നിട്ട് ഇതാ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുമുള്ള വിഭവങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.